ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പ്രൊവൈഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അടിപൊളി മാർക്കറ്റ് ആയിരുന്നു. കിടിലൻ ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു. എല്ലാവർക്കും കിടിലൻ ലെവൽ ട്രേഡിംഗിൽ പ്രോഫിറ്റ് കിട്ടിയ ദിവസവും കൂടെ ആയിരുന്നു ഇന്ന് കൃത്യമായിട്ട് കടന്നുപോയത്. അങ്ങനെ വലിയൊരു പാട് പിടിച്ച ട്രേഡ് ഒന്നും അല്ലായിരുന്നു. നിങ്ങൾ നോക്കിയാൽ മിഡ് ക്യാപ്പ് ഈസി ആയിട്ട് നമ്മുടെ ബുള്ളിഷ് റഫറൻസ് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തു. ട്രേഡ് ട്രിഗർ ആയി. ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയായിരുന്നു. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബുള്ളിഷ് ഫസ്റ്റ് R1 മുകളിൽ ഓപ്പൺ ചെയ്തു. താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം പിന്നെ R1, R2, R3 അതിന് മുകളിലും പോയ ദിവസമായിരുന്നു. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി നോക്കിയാലും പെർഫെക്റ്റ് R1 മുകളിൽ ഓപ്പൺ ചെയ്തു. അങ്ങ് കയറി പോയി കിട്ടില്ല, ഒരു ട്രേഡ് കിട്ടില്ല. ലാസ്റ്റ് സെൻസെക്സിന് എക്സ്പയറി ആയതുകൊണ്ട് ഒരു ചെറിയൊരു പുൾ ബാക്ക് വന്നെങ്കിൽ കൂടി അടിപൊളി അടാറ് ട്രേഡ് കിട്ടിയ ഒരു ദിവസമായിരുന്നു ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവസാനിച്ചത്. സോ നമുക്ക് നോക്കേണ്ടത് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ആശാനം എങ്ങനെയായിരുന്നു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമുക്ക് നാളത്തേക്കുള്ള ലെവൽ ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാം. സോ ഇന്നൊരു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് മിഡ് ക്യാപ്പ് അഗെയിൻ ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേറ്റ് ആണ്. ഒരു ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് റേഞ്ച് OA ആയിരുന്നു ഓപ്പണിങ്. തിരിച്ച് താഴേക്ക് വന്ന് ഇന്നലത്തെ പിഒസിന്റെ ഭാഗത്ത് നിന്ന് റിവേഴ്സ് എടുത്ത് അവർ കയറ്റം അങ്ങ് കയറിപ്പോയി. ഒരു ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ഓപ്പണിംഗ്, അത് ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് POC നിൽക്കുന്നത് 13,263 ഭാഗത്താണ്. നമ്മുടെ എന്താണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവന്റെ എന്താണ് ഒരു ഷേപ്പ് ഒരു PA പോലെ തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സോ 13,263 ഭാഗത്താണ് POC നിൽക്കുന്നത്. ഞാൻ ആദ്യം ഒന്ന് POC ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 13,263 ഭാഗത്താണ് ആ POC. 13,263 ഭാഗത്താണ് ആ POC നിൽക്കുന്നത്. അതിനെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ 13,280 മുകളിൽ നമുക്ക് ബൈനെ കുറിച്ച് ചിന്തിക്കാം. അതായത് 13,280 മുകളിൽ നമുക്കൊരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളെ ബൈ എന്ന് പറയുമ്പോൾ 13,280 മുകളിൽ നിൽക്കുമ്പോൾ പഴയ ബൈയുടെ ഭാഗത്തേക്ക് ആശാൻ പോകും. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ 280 മുകളിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ ഏത് 24th ജൂലൈയുടെ ആ ഒരു സമയത്ത് നമ്മൾ മാർക്കറ്റ് കയറിപ്പോയ ആ ഒരു സമയത്തിലേക്ക് വരും. സോ 280 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 326 ഭാഗത്തേക്ക് പോകും. എത്രയാണ്? 13,226 ഭാഗത്തേക്ക് പോകും. 326 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 13,374 ഭാഗത്തേക്ക് പോകാം. 13,374 ആ ദിവസം വന്ന ഹൈയുടെ ഭാഗത്തേക്ക് പോകാനും, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 13,418 നമ്മുടെ വാല്യൂ ഏരിയ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഒരു ബാൻഡ് പ്രകാരമുള്ള 13,418 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ഹൈക്ക് മുകളിൽ മിഡ് ക്യാപ്പ് നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് സെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ സെല്ലിംഗ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇനി എടുക്കുന്നത് 13,190 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. 13,190 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അത് ഇന്നലത്തെ POCയുടെ ഭാഗത്തേക്ക് സപ്പോർട്ട് എടുക്കാം. ഫസ്റ്റ് 13,167 ഭാഗത്തേക്ക് വരാം ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,100 ഭാഗത്തേക്ക് വരാം. 13,100 ഭാഗത്തേക്ക് വരാനും, അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അതിന് മുമ്പത്തെ POC ആയ 13,047 ഭാഗത്തേക്ക്. എത്രയാണ്? 13,047 ഭാഗത്തേക്ക്. സോ ഫസ്റ്റ് ടാർഗറ്റ് വന്ന് 13,167, സെക്കൻഡ് ടാർഗറ്റ് 13,100, തേർഡ് ടാർഗറ്റ് 13,046. നമ്മളെ 13,046 ഭാഗത്ത് 13,046 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 13,190 താഴെ വീണ്ടും ഒരു സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ 13,167 ഈ ഒരു POCയുടെ താഴെ നമുക്ക് ഈ ഒരു റെഫറൻസ് ലെവലുകളൊക്കെ വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് കിടലം പറഞ്ഞാൽ നല്ലൊരു മൂവ്മെന്റ് വേണമെങ്കിൽ മിഡ് ക്യാപ്പ് നമുക്ക് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൻ IB എക്സ്റ്റൻഷൻ ഒന്നും തന്നിട്ടില്ല. ഒരു നോർമൽ വേരിയേഷൻ ബിയും സിയൊക്കെ വന്നു. പക്ഷെ എയുടെ ആ ഒരു റെഫറൻസ് ലെവൽ ഇവിടെ കാണിക്കുന്നേ ഇല്ല. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു എന്തുവാണ്, ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആണ്. ORR അപ്പ് ആണ് ബാങ്ക് നിഫ്റ്റി. ബി തിരിച്ചുപോയി. സോ ഒരു ORR അപ്പ് ആണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് സ്പോട്ട്.
സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ പി ഒ സി ഇപ്പോഴും പി ഒ സി ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. 57,119 ഭാഗത്തൊക്കെയാണ് പി ഒ സി നിൽക്കുന്നത്. പി ഒ സിക്ക് ഒരു മാറ്റം കിട്ടില്ല, കാരണം നല്ല രീതിയിൽ മാർക്കറ്റ് മുമ്പോട്ട് പോയതുകൊണ്ട് പി ഒ സിക്ക് ഒന്ന് മുകളിലോട്ട് കയറാൻ വേണ്ടി സാധിച്ചില്ല. സോ നമുക്ക് ആദ്യം ഒന്ന് പി ഒ സി ഒന്ന് മാറ്റി വയ്ക്കാം. 57,119. നാളെ ഈ 119 ഭാഗത്തേക്ക് എന്തേലും റിവേഴ്സൽ വരികയാണെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് ബൈയെ കുറിച്ച് ചിന്തിക്കുക. ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ 57,500 മുകളിൽ മാത്രമേ ഞാൻ ഒരു ഫ്രഷ് ബൈയെ കുറിച്ച് ചിന്തിക്കട്ടെ. 57,500 മുകളിൽ മാത്രമേ ഞാനൊരു ഫ്രഷ് ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിലും അതൊരു ബൈ എടുക്കാം. 500 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പഴയ ഹൈ എല്ലാം എടുത്തു. നമുക്ക് പറഞ്ഞാൽ 500 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇനി അടുത്ത വരാൻ പോകുന്നത് 57,635 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് വരും. 6-1 എന്ന് പറയുമ്പോൾ 57,635 ഭാഗത്തേക്ക് വരാം. 57,635 ഭാഗത്തേക്ക് ഇതാണ് ആൾ ടൈം ഹൈ വന്നിരിക്കുന്നത്. അതിന് മുകളിൽ 57,790. അവിടെ നമ്മളൊരു റെഫറൻസ് ബാൻഡ് ഉണ്ട് 57,790. അത് നമുക്ക് ഇതിൽ കാണില്ല, എന്റെ സോഫ്റ്റ്വെയറിൽ മാത്രമേ കാണുള്ളൂ. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 58,000 ഭാഗത്തേക്ക് 58,000 എന്ന് പറഞ്ഞാൽ ആ ഒരു ബിഗ് റൗണ്ട് നമ്പറിന്റെ ഭാഗത്തേക്ക് വരാം. ശരിക്കും പറഞ്ഞാൽ 57,500 മുകളിൽ വീണ്ടും ആ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ബാങ്ക് നിഫ്റ്റിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നിന്ന് വന്ന ലോവർ ലെവൽ അഥവാ 57,000 താഴെ നമ്മൾ വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സപ്പോർട്ട് എടുക്കാം, പക്ഷെ അത് പൊട്ടിയാൽ ഹെവി സെല്ലിംഗ് വരാം. 57,000 താഴെ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാർക്കറ്റ് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 56,862 ഭാഗത്തേക്ക് 56,862 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ട്. സെക്കൻഡ് ടാർഗറ്റ് ഇന്നലത്തെ ഒരു ഇമ്പോർട്ടന്റ് 57,655 അല്ലെങ്കിൽ 57,682. എത്രയാണ്? 56,682 ഭാഗത്തേക്ക് വരാം. അത് പൊട്ടിയാൽ ഈ ബി ഒ സി ആയ 56,516. എത്രയാണ്? തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 56,516 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ 57,000 ഭാഗത്ത് നമ്മളൊന്ന് വാച്ച് ചെയ്യണം. ചാടിക്കയറി നിങ്ങൾ പുഷ് എടുക്കില്ല. 57,000 ഭാഗത്ത് ഒരു സപ്പോർട്ട് എടുത്ത് വരാൻ തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റെഫറൻസ് ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് നമ്മളെ സംബന്ധിച്ച് പറയാൻ നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു കിട്ടില്ല ഒരു മൂവ്മെന്റ്, ഒരു ട്രെൻഡ് അപ്പാണ്. ഓപ്പൺ ഡ്രൈവ് ട്രെൻഡ് അപ്പായ ദിവസമാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാൻ. പി ഒ താഴെയാണ് 25,449 ഭാഗത്താണ് നിൽക്കുന്നത്. സോ ആദ്യം നമുക്ക് പി ഒ സി ഒന്ന് മാറ്റി 25,449 ഭാഗത്തേക്ക് പി ഒ സി 25,450 ഭാഗത്തേക്ക് പി ഒ സി കൊണ്ടുവരാം. സോ ആ പി ഒ സി ഞാൻ കൊണ്ടുവന്നു. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 25,600 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് കിട്ടണേ. 25,500 മുകളിൽ മാത്രമേ ഞാൻ ഒരു ഫ്രഷ് ബൈയെ കുറിച്ച് ചിന്തിക്കുന്നു. 25,600 മുകളിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 25,600 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും? നമ്മൾ പഴയ റെഫറൻസ് ലെവലിലേക്ക് പോകും. അതായത് നമ്മൾ ജൂലൈ മാസത്തെ പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് പോകും. ജൂലൈ മാസം പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് താഴേക്ക് ഇറങ്ങി മാർക്കറ്റ് 24,400 ആ ലെവലൊക്കെ വന്നത്. സോ നമുക്ക് നോക്കേണ്ടത് കൃത്യമായിട്ട് പറയണമെങ്കിൽ മാർക്കറ്റിൽ ഇതിപ്പോ പോകൊണ്ടിരിക്കുകയാണ്. ജൂലൈ മാസം എത്തിയതേ ഉള്ളൂ. ജൂലൈ ഈ ഭാഗത്തേക്ക് എത്തി. സോ ഇനി നമുക്ക് നോക്കുകയാണ് 25,600 പൊട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു? ഫസ്റ്റ് ടാർഗറ്റ് 25,656 ഭാഗത്തേക്ക് പോകുകയാണ്. 25,655 അവിടെ നിന്നാണ് ഒരു സെല്ലിംഗ് സ്റ്റാർട്ടിങ് തുടങ്ങിയത്. സോ 655 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ പഴയ ലെവലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ അടുത്ത കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം വന്ന കഴിഞ്ഞ വർഷത്തെ ഒക്ടോബറിന്റെ കഴിഞ്ഞ വർഷത്തെ ആ ഒരു 1-ാം തീയതി ആ ഒരു റെഫറൻസ് ലെവലിന്റെ ഭാഗത്തേക്ക് പോകും. കണ്ടോ, ഇവിടെ ഒന്നും ഈ ലെവല് വന്നിട്ടില്ല. സോ നമ്മൾ 650 പൊട്ടുകയാണെങ്കിൽ അടുത്തത് ഒരു ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യും. 732 വരെ പോകാം. സോ 732 എന്ന് പറഞ്ഞ സെക്കൻഡ് ടാർഗറ്റിലേക്ക് പോകാം. 25,732 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ ആ ദിവസം പി ഒ സി ആയ 25,795 തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,792 ഭാഗത്തേക്ക് പോകും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിഫ്റ്റി 25,700 വരുമെന്ന് ചോദിച്ചുള്ള പറഞ്ഞത്. 25,650 നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ 25,732 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി നോക്കുന്നത് സെല്ലിംഗ് ഫിഗർ വരുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇനി സെല്ലിംഗ് എടുക്കുന്നത് 25,355 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കൂ. 25,355 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അത് ഇന്നലത്തെ പി ഒ സി ആയ 316 ഭാഗത്തേക്ക് പോകാം. 25,316 ഭാഗം 25,316 ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് അതിന് താഴെ നിൽക്കുമ്പോൾ 25,265 25,265 ഭാഗത്തേക്കും
അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 25,200 ആ ഒരു ബിഗ്ഗസ്റ്റ് നമ്മളൊരു ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടിന്റെ ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ലെവൽ മാർക്ക് ചെയ്യുക. ആരൊരാൾ കമന്റ് ചെയ്യണ കണ്ട് മാർക്കറ്റ് പ്രൊഫൈൽ കുറെ ലെവലും വരയും കുന്തോന്നൊക്കെ, അങ്ങനെ വരയും കുന്തോ എല്ലാം വെച്ച് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ളവർക്ക് മാത്രം ഈ വീഡിയോ കാണുക. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.